ഓക്കെ, 6:05 സമയം. നമ്മൾ സാധാരണ 6:05 സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സാർ ഓൾറെഡി സലിം സാർ ഗുഡ് മോർണിംഗ് പറഞ്ഞു. എങ്കിലും ഈ ഒരാഴ്ച ഒരു അനുഗ്രഹപ്രദമാകട്ടെ, അതിനു വേണ്ടിയിട്ട് ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോ നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് സമ്മാനിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ആകില്ല. നമുക്കൊരു സെക്കൻഡ് നേരം നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുജാ ബിനു, കോട്ടയം സ്വദേശിയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് 3 വർഷമായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരുടെ മുൻപിലും അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ശക്തി തന്നെയാണ്. അതിലുപരി നമുക്ക് തരുന്ന ഇൻകം പ്ലാൻ അല്ലേ, അതുകൊണ്ട് മനസ്സ് വെച്ചാൽ ആർക്കും എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റുമെന്ന് തെളിയിച്ചു തന്നിരിക്കുന്ന വലിയൊരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. ഒരിക്കൽ കൂടി നമ്മുടെ സാഗർ ജോഷി സാറിന് ഞാൻ എല്ലാവിധ നമ്മുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുകയാണ്. എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കാര്യം നമ്മളെല്ലാവരും ഇപ്പോ അഭിമാനത്തോടെ ജീവിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ നല്ലൊരു മനസ്സാണ്, ആ ഒരു വ്യക്തിയുടെ നല്ലൊരു പ്രചോദനമാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഇന്നിപ്പം മൺഡേ, നമുക്ക് ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം നമുക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട സുരേഷ് സാറിനെ തന്നെയാണ് നമുക്ക് ഇന്നിപ്പോ ഈ ഒരു സൂമിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, സാറിനെ പറ്റി പറയുവാണെങ്കിൽ ഓരോ പോയിന്റും ഇങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സാറ് തരുന്നത്. കാര്യം ഈ ഒരു മേഖല, കാര്യം ആ ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് ആ ഒരു കൺസെപ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി അതിനുള്ള ജ്ഞാനം സാറിനുള്ളത് കൊണ്ടാണ് അല്ലെ. അറിവുണ്ടെങ്കിൽ ആരുടെ മുൻപിൽ നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇന്ന് സൂമിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ഒരു ഗുരുവിനെ പോലെ തന്നെ ഞങ്ങൾ സാറിനെ കാണുന്നു. ഏറെ സ്നേഹത്തോടെ ഞാൻ തൃശ്ശൂർ സ്വദേശിയായ ഈ ബയോട്ടോറത്തിന്റെ അഭിമാനമായ സുരേഷ് സാറിനെ ഞാൻ വാം വെൽക്കം സാർ. ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് സാറിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് സൂമിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും എനിക്കറിയാം വിജയിക്കണം എന്ന് വാശിയോടുകൂടി വന്നിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പം ഇന്നത്തെ സൂം മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും, അതിലുപരി നമ്മുടെ സുരേഷ് സാറിനെ വാം വെൽക്കം സാർ. വെൽക്കം സാർ. താങ്ക് യു സുജ മാഡം. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ ഏവരെയും, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതോടൊപ്പം തന്നെ ഇതിലെ 1, 2, 3 വർഷമായിട്ട് ഡെഡിക്കേറ്റഡ് ആയി നിന്ന് ഏതൊരു കൊടുങ്കാടിന്റെ മുന്നിലും തളരാതെ പിടിച്ചു നിൽക്കുന്ന, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ്, അതോടൊപ്പം തന്നെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മെന്റർ ഗ്രേറ്റ് മനോജ് സാർ, അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആശാകേന്ദ്രമായിട്ടുള്ള നമ്മുടെ സാഗർ സാർ, എല്ലാം ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ വ്യക്തികളും ഒരിക്കൽ കൂടെ ഈ മോർണിംഗ് മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2026 നമ്മൾ തുടങ്ങി 1 മാസം പിന്നിട്ട് കഴിഞ്ഞു. മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 2026 ആ ആഘോഷം എപ്പോഴും പല ആളുകളുടെയും അവസാനിച്ചിട്ടില്ല, എപ്പോഴേക്കും 1 മാസം കടന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ 2026 ഇപ്പൊ കഴിയും. നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ 2026 ഓരോ വ്യക്തികളും എടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെയും എടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലൈഫിലെ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ബയോട്ടോറിയത്തിലൂടെ വേണമെന്ന് നമ്മൾ കൃത്യമായിട്ട് അതിനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ലൈഫിനെ റീഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. റീഡിസൈൻ ചെയ്യണം നമ്മൾ ഓരോ വ്യക്തികളും. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞാൻ ആരായി തീരണം, ഞാൻ എങ്ങനെയായി തീരണം,
ഞാൻ എന്തായി മാറണം, നമ്മൾ ഡിസൈഡ് ചെയ്യണം. അങ്ങനെ ഒരു ലൈഫ് പ്ലാനിങ് നമ്മളിൽ സാധാരണക്കാരായ ആളുകൾക്കില്ല. സ്വാഭാവികമാണ്. അതിന്റെ കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഒരു സാധാരണക്കാരന്റെ ആണ്. അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിൻ്റെതാണ്, സമ്പന്നതയുടെ അല്ല. നമ്മുടെ മൈൻഡ് സെറ്റിലുള്ള കുഴപ്പമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് നമ്മൾക്ക് മുന്നിൽ തടസ്സങ്ങൾ കാണുക. ആ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയാതെ അതിൽ തട്ടി വീഴുക നമ്മൾ ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മികച്ചൊരു ഭാവി നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ നമ്മൾ ഇന്നലകളെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഇന്നിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഓരോ ദിവസത്തെയും നമ്മൾ റീഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറിനെയും നമ്മൾ റീഡിസൈൻ ചെയ്യണം. ഞാൻ ഈ മണിക്കൂറിൽ എന്ത് ചെയ്യണം, ഈ മണിക്കൂറിൽ ഞാൻ എങ്ങനെയായിരിക്കണം, ഈ ദിവസം കഴിയുമ്പോൾ എനിക്കുണ്ടാവുന്ന മാറ്റം എന്താണ്. ഓരോ വ്യക്തികളും കൃത്യമായിട്ട് അങ്ങനെ അനലൈസ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. എനിക്കറിയാം ഇന്ന് ഈ മീറ്റിംഗ് ഹാളിലുള്ള മുഴുവൻ ആളുകൾക്കും അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറവ് 5 കോടി രൂപയുടെയെങ്കിലും ആവശ്യമുണ്ട്. ഞാനത് എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. മിനിമം 5 കോടി രൂപയുടെ ആവശ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും കുറവ്, അതായത് ആഗ്രഹമാണ് അത്. പക്ഷെ ഈ 5 കോടിയുടെ ആവശ്യങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് 100% നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഉറപ്പില്ല. അത് വെറും ആഗ്രഹം മാത്രമാണ്. ആഗ്രഹങ്ങള് വ്യാമോഹങ്ങളായിട്ട് മാറും. എന്തില്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ആ ഒരു ലക്ഷ്യബോധം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങൾ വ്യാമോഹങ്ങളായിട്ട് മാറും. അതിൽ നിന്ന് നമുക്ക് നിരാശയുണ്ടാവും. സ്വാഭാവികമായിട്ടും ആ നിരാശയെ ഇല്ലാതാക്കി ലക്ഷ്യത്തിലേക്ക് കുതിക്കണമെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മഹത്തായ ഇൻഡസ്ട്രിയിൽ, മഹനീയമായ ഇൻഡസ്ട്രിയിൽ, ഞാൻ അന്നും ഇന്നും ഈ വ്യവസായത്തിൽ കടന്നു വന്നതിന് ശേഷം, ഇത് പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം, ലോകത്തിൽ ഏതൊരു സാധാരണക്കാരനും ഏറ്റെടുക്കാൻ കഴിയുന്ന അതിലളിതമായ ലോകത്തിലെ 0 ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഏക ബിസിനസ് രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഈ മഹനീയമായ ആശയത്തെ വേണ്ട വിധത്തിൽ നമ്മുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക എന്നുള്ള കടമയാണ് ഞാനും നിങ്ങളും ഒരു ഡയറക്ട് സെല്ലർ എന്ന രീതിയിൽ ഏറ്റെടുക്കേണ്ടത്. അത് എത്രമാത്രം സത്യസന്ധമായി എനിക്ക് നിങ്ങൾക്കും നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യം. ഓരോ വ്യക്തികളും നമ്മുടെ ഉള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കണം. നമ്മൾ മറ്റുള്ള ആളുകളുടെ നെഞ്ചിലേക്ക് ടോർച്ചടിക്കാറുണ്ട്, മുഖത്തേക്ക് ടോർച്ചടിച്ച് നോക്കും. നമ്മൾ ആ ടോർച്ച് തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, കുറെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ടെന്ന് കൃത്യമായിട്ട് ബോധ്യം. സ്വാഭാവികമായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ ചർച്ച ചെയ്ത പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഈ ബിസിനസ്സിൽ കടന്നു വരുന്ന, ഇത് സീരിയസ് ആയി ഏറ്റെടുക്കുന്ന, ഇതിലൂടെ വലിയ ലക്ഷ്യങ്ങളുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് ഒരു വ്യവസായിയുടെ മൈൻഡ് സെറ്റാണ്. ഞാൻ ഒരു പടി കടന്നാണ് പറഞ്ഞത്, ബിസിനസ്സുകാരന്റെ എന്നുള്ളതല്ല, ഒരു വ്യവസായിയുടെ മൈൻഡ് സെറ്റാണ്. നമ്മളിവിടെ ഒരു വ്യവസായമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 0 ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ഏറ്റവും പ്രത്യേകത. 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വ്യവസായമാണ് ഞാനും നിങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത്. നോക്കൂ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് 2-3 രീതിയിലാണ്. ഒന്ന്, നമ്മളൊരു കസ്റ്റമർ മൈൻഡ് സെറ്റിൽ കുടുങ്ങിപ്പോകും. 2, കൂലിപ്പണിക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, അതായത് ലേബർ മൈൻഡ് സെറ്റ്. കസ്റ്റമർ മൈൻഡ് സെറ്റ്, ലേബർ മൈൻഡ് സെറ്റ്. ഇനി അടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് മൈൻഡ് സെറ്റ്. ഇതിൽ ഏത് മൈൻഡ് സെറ്റിലാണ് നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ, നിങ്ങൾ ഇടപെടുന്ന രീതി, നിങ്ങളിൽ നിന്നുണ്ടാവുന്ന റിസൾട്ട്. ഭൂരിഭാഗം ആളുകളും ഈ കസ്റ്റമർ മൈൻഡ് സെറ്റിൽ ഒതുക്കി പോകുന്ന ആളുകളാണ് നമ്മളുടെ ഇടയിൽ. കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുക? ഞാൻ എന്ന് പറയുന്ന കസ്റ്റമർ ഒരു ഷോപ്പിൽ പോയാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? വില കുറവ് കിട്ടണം, ഡിസ്കൗണ്ട് കിട്ടണം, കുറഞ്ഞ വിലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണം, ക്വാളിറ്റിയിൽ സാധനം കിട്ടണം. ഇതാണ് ഒരു കസ്റ്റമർ മൈൻഡ് സെറ്റ്. അവിടെ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ലേ.
ഇനി അടുത്ത ഒരു മൈൻഡ് സെറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബർ മൈൻഡ് സെറ്റ്. ഒരു കൂലിപ്പണിക്കാരന്റെ നിത്യ വേതനം വാങ്ങുന്ന ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ്. അവരെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങി പോകുന്ന ആളുകളാണ്. അവർ കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ കാര്യങ്ങൾ ഒരുവിധം ഒപ്പിക്കും. നമുക്ക് കടം കിട്ടാനും കടം വാങ്ങാനും ശേഷിയുള്ളത് കൊണ്ട്, അറിവുള്ളത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ നമ്മൾ കടം വാങ്ങി നടപ്പിലാക്കും, വരുമാനത്തിൽ നിന്നല്ല. ഒരു സാധാരണക്കാരൻ അവന്റെ കിട്ടുന്ന വരുമാനം മുഴുവൻ എക്സ്പെൻസ് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരിക്കലും ഒരു സേവിങ്സ് വരുന്നില്ല, അതിനുള്ള പണം നമുക്ക് കിട്ടുന്നില്ല. സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും അവരുടെ വരുമാനം വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ റീഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ് അവർ എക്സ്പെൻസ് ആയിട്ട് ചെലവാക്കുന്നത്. അതിൽ നിന്ന് 1% അവർ വീണ്ടും സേവ് ചെയ്യും. അതുകൊണ്ടാണ് സാധാരണക്കാരെന്നും സാധാരണക്കാരും ദരിദ്രവാസിയായിട്ട് മാറുന്നത്. ആ സാധാരണക്കാരുടെ ഒരു മൈൻഡ് സെറ്റ്, കൂലിപ്പണിക്കാരുടെ ഒരു മൈൻഡ് സെറ്റ്, വരുന്നത് മുഴുവൻ ചെലവാക്കുക, അതോടൊപ്പം തന്നെ ആവശ്യങ്ങൾ കടം വാങ്ങി നടപ്പിലാക്കുക. അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ ഒതുങ്ങി പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും നമുക്ക് വളർച്ച ഉണ്ടാവില്ല. ഇവിടെ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ഈ ലേബർ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ബിസിനസ്സുകാരന്റെ, ഒരു വ്യവസായിയുടെ മൈൻഡ് സെറ്റിലേക്ക് മാറും. ഞാൻ ചിന്തിക്കണം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിത്വം, അവിടെ ആ കമ്പനി റൺ ചെയ്യിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആ കമ്പനിയിൽ ഉണ്ടാവുന്ന എല്ലാ ഇഷ്യൂസും അദ്ദേഹം സോൾവ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്നുകൂടി കടന്ന് ചിന്തിച്ചോളൂ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ വ്യവസായിയാണ്. ആ കമ്പനിയാണത്. ഏത് ഈ ബയോട്ടോറി എന്ന് പറയുന്നത് എന്റെ കമ്പനിയാണ്. അവിടെ അത് ഡോക്ടർ സാഗർ ജോഷി സാർ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകും. അവിടെ 400ഓളം തൊഴിലാളികളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, 10,000-കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെ ഒരു റിസ്ക്കും ഇല്ലാതെ നമ്മൾ ആ വ്യവസായം അല്ലെങ്കിൽ ആ വ്യവസായിയായിട്ട് ഇവിടെ മാറുകയാണ്. അത്തരത്തില് ഇത് നമ്മുടെ സ്വന്തം കമ്പനിയാണ്, നമ്മുടെ വരുമാനം, നമ്മളാണ് നമ്മുടെ വരുമാനം നിശ്ചയിക്കുന്നത്, നമ്മളാണ് നമ്മുടെ ചെക്ക് എഴുതുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു വലിയ ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറണം. ബിസിനസ്സുകാരൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് പ്രോഫിറ്റ് ആണ്. അവിടെ എന്ത് വിൽക്കുന്നു എന്നതിനെ കുറിച്ചല്ല. അത് ഒരു ഉൽപ്പന്നം അവർ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, സെയിൽ ചെയ്യുന്ന സമയത്ത്, ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന സമയത്ത്, ഒരു മാസം കഴിഞ്ഞു പോകുന്ന സമയത്ത് അതിൽ നിന്ന് എനിക്ക് എന്ത് പ്രോഫിറ്റ് കിട്ടി, അല്ലെങ്കിൽ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, ഇതിനെ കുറിച്ചാണ് വ്യവസായം ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ നമുക്ക് മാറാൻ കഴിയണം. ഓരോ ആഴ്ചയും ഓരോ മാസവും കഴിയുമ്പോൾ ഞാൻ എന്ത് പ്രവർത്തനം നടത്തി, ആ പ്രവർത്തനത്തിലൂടെ എന്ത് പ്രോഫിറ്റ്, എന്ത് നേട്ടം എനിക്കുണ്ടായി, ആ രീതിയിൽ വേണം നമ്മളിവിടെ ഓരോ വ്യക്തികളും മാറാൻ. ആ കസ്റ്റമർ മൈൻഡ് സെറ്റിൽ നിന്ന്, ലേബർ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും. നമ്മളിവിടെ ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കുന്നതും നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കണം, പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അത്തരത്തിൽ ഒരു വലിയ ഒരു ചേഞ്ച് 2026 നമുക്ക് വരുത്താൻ സാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ്സിൽ ഒരു വ്യക്തി രക്ഷപ്പെടുന്നത്, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഒറ്റയ്ക്കല്ല, ഒരു ടീം വർക്കിലൂടെയാണ്. ഒരു ടീം വർക്കിലൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്താണ് ടീം വർക്ക്? ടീം വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒരു ജോലി 10 ആളിലൂടെയോ 100 ആളിലൂടെയോ 1000 ആളിലൂടെയോ ചെയ്തു തീർക്കുമ്പോൾ വളരെ എളുപ്പത്തിലും വേഗത്തിലും സിമ്പിളായും അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ സ്വാഭാവികമായി ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അവിടെ പരിഹരിക്കാൻ കഴിയും. ഓരോ വ്യക്തികൾക്കും അവരുടെ പരിമിതികൾ ഉണ്ടാവും, മെറിറ്റ്സ് ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ട്. ആ പരിമിതികൾ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്കുള്ള ഓട്ടത്തിൽ വിജയത്തെ തടസ്സപ്പെടുത്തും. എന്നാൽ ഒരു ടീമായി മാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിമിതികളെ മറികടക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ഈ ബിസിനസ്സില് വലിയ ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കുന്നുവെങ്കിൽ, നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം 2026 മികച്ച ഒരു ടീമിനെ
ഞാൻ വാർത്തെടുക്കും എന്നുള്ളതാണ്. ഒരു ടീം എന്ന് പറയുന്ന സമയത്ത് അവിടെ നടക്കപ്പെടുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. മനുഷ്യ പ്രയത്നങ്ങളുടെ ഗുണിതങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാക്കാൻ വേണ്ട, ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട, ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കഴിവുകളാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ടീമിൽ എന്താണ് നടക്കുന്നത്? അവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നടക്കും. എന്തൊക്കെയാണ്? ഒരു ടീമിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നടക്കും. ഒന്ന്, അച്ചീവ്മെന്റ്. ആ ടീമിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. 2023 അവസ്ഥയിൽ തന്നെയാണ് ഈ 2026 ഒരു വ്യക്തി തുടരുന്നതെങ്കിൽ അന്നും ആ ടീമിലെ 4 പേര് പ്രവർത്തിക്കുന്ന 4 പേര്, ഇന്നും എന്റെ കൂടെ 4 പേര്. അതായത് നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട, ആ അവസ്ഥയാവരുത്. ആ ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയി തുടർച്ചയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ടീമിൽ നടക്കേണ്ട 3 കാര്യങ്ങൾ: ഒന്ന്, അച്ചീവ്മെന്റ് ഉണ്ടാവണം. ഓരോ ഇൻഡിവിജ്വൽ വ്യക്തികൾക്കും അച്ചീവ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് ടീമിൽ മൊത്തത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. ഇബയോട്ടോറിയം എന്ന് പറയുന്ന ടീമിൽ 5 കൊല്ലം കൊണ്ട് 300 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തു. അതൊരു അച്ചീവ്മെന്റ് ആണ്. 100 കണക്കിന് ആളുകൾ താഴെ ട്രിപ്പ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹെൽത്തിൽ മാറ്റമുണ്ടാവുന്നു, നേട്ടമുണ്ടാവുന്നു. അതൊരു അച്ചീവ്മെന്റ് ആണ്. ഇതുപോലെ എന്റെ ടീമിൽ, എന്റെ സ്വന്തം ടീമിൽ എനിക്ക് പറയാനുണ്ടാവണം, എനിക്ക് എന്റെ ടീമിൽ 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി, ഇത്ര ആളുകൾ ഇത്ര രൂപ വരുമാനമാണ്, ഇത്രയധികം ആളുകൾക്ക് അല്ലെങ്കിൽ ടൂർ 4 ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ടീമിൽ കുറെ അധികം വ്യക്തികൾ പുതിയ മൊബൈൽ വാങ്ങുന്നു, ഇരുചക്ര വാഹനം ഇല്ലാത്ത, 2 വീലർ ഇല്ലാത്ത വ്യക്തികൾ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നു, കാറ് വാങ്ങുന്നു. ഇങ്ങനെ അച്ചീവ്മെന്റ്സ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അച്ചീവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ കൃത്യമായ പ്രവർത്തനം നടക്കണം, ആക്ഷൻ. രണ്ടാമത്തെ ഘടകം അച്ചീവ്മെന്റ്. രണ്ടാമത്തെ ഘടകം അവിടെ ടാസ്ക് ഉണ്ട്, അതായത് ആക്ഷൻ നടക്കണം. ടീം ഡെവലപ്മെന്റ് നടക്കണം, ആക്ഷൻ ഉണ്ടാവണം. ആക്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫീൽഡിൽ ഇരുന്ന് ചെയ്യേണ്ട ബിസിനസ് അല്ല, വീടിന് പുറത്തിറങ്ങേണ്ട ബിസിനസ്സാണ്. ഇത് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു ബിസിനസ്സാണ്. ഇങ്ങനെ പറയാറുണ്ട്, കഴുകൻ ആകാശത്ത് എത്ര ഉയരത്തിൽ പറന്നാലും എര പിടിക്കണമെങ്കിൽ ഭൂമിയിലേക്ക്, ഫീൽഡിലേക്ക് താഴത്ത് ഇറങ്ങി വരണം. ഇവിടെ ആരൊക്കെയാണോ വീട് വിട്ട് ഇറങ്ങുന്നത് അവർക്ക് മാത്രമേ ടീം ഉണ്ടാവുള്ളൂ, മാറ്റം ഉണ്ടാവുള്ളൂ, നേട്ടം ഉണ്ടാവുള്ളൂ. ടാസ്ക്, ആക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെയിലി വർക്ക് ഒന്നാമത്തെ കാര്യമാണ്. ഡെയിലി വർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെയിലി നിങ്ങളുടെ ടീമിൽ പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ ടീമിൽ അച്ചീവ്മെന്റ് ഉണ്ടാവുള്ളൂ, മാറ്റം ഉണ്ടാവുള്ളൂ. ഡെയിലി പ്രവർത്തനം നിങ്ങളുടെ ടീമിൽ നടക്കണമെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ടീമിലുള്ള എല്ലാവരും രാവിലെ മുതൽ വൈകിട്ട് വരെ ഫീൽഡിൽ ഇറങ്ങണം. ഞാൻ ഇറങ്ങില്ല. ആ തീരുമാനത്തെ നമ്മൾ മാറ്റണം. ഫീൽഡിൽ ഇറങ്ങാൻ നിങ്ങളാണ് ആദ്യം തീരുമാനം എടുക്കേണ്ടത്. നിങ്ങളാണ് നിങ്ങളുടെ ടീമിന്റെ റോൾ മോഡലായി മാറേണ്ടത്. ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലാക്കുക, നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചാലും അവിടെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ടീം പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ റോൾ മോഡലായി മുന്നിൽ ഇറങ്ങി നിൽക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, രാവിലെ പ്രവർത്തനത്തിന് ഇറങ്ങണം. ആദ്യം ആര് ഇറങ്ങണം? ഞാൻ ഇറങ്ങണം. സൂം മീറ്റിംഗിൽ എല്ലാവരും കയറണം. ആദ്യം സൂം ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാവണം. മീറ്റിങ്ങിന്, NDOയ്ക്ക്, തുടർ ക്യാമ്പിന്, 1 ഡേ പ്രോഗ്രാമിന്, ട്രെയിനിങ്ങിന് എല്ലാവരും പങ്കെടുക്കണം. അങ്ങനെ അവർ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ
ആദ്യം ഞാൻ പങ്കെടുക്കണം. ഞാൻ കറക്റ്റ് ആയാൽ മാത്രമാണ് ഇവിടെ വി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളാണ് ഇതിന് മുൻതൂക്കം കൊടുക്കേണ്ടത്, നിങ്ങളാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങളിൽ നിന്ന് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടും, ഒരു സിസ്റ്റം റൺ ചെയ്യപ്പെടും, കൃത്യമായിട്ട് പ്രോഗ്രാംസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ്സില് നമ്മുടെ ആക്ഷൻ പ്രവർത്തനം തന്നെ ടാസ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ആണ്. വിത്തൗട്ട് പ്രോഗ്രാം, ഇവിടെ പ്രോഗ്രാം ഇല്ലാതെ ഒരു വ്യക്തിക്കും നേട്ടമുണ്ടാക്കാനോ മാറ്റമുണ്ടാക്കാനോ സാധ്യല്ല. ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ പ്രോഗ്രാമും മീറ്റിങ്ങും ട്രെയിനിങ്ങും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ ആളുടെ അടുത്ത ബന്ധങ്ങളിൽ നിന്ന് 10, 25, 50 സെയിൽസ് എടുക്കാൻ സാധിക്കുമായിരിക്കും. ആ ചാപ്റ്റർ അതോടുകൂടി ക്ലോസ് ആവും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടീം അവിടെ ഇടിച്ചു നിൽക്കും. ആ വ്യക്തി കൃത്യമായ സിസ്റ്റത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹം കണ്ടെത്തുന്ന 10 പേരിൽ നിന്ന് വീണ്ടും ആ 10 പേരെ കൊണ്ട് വീണ്ടും 10 പേരെ കണ്ടെത്താനും അവരെ കൊണ്ട് വീണ്ടും 10 പേരെ കണ്ടെത്താനും നമുക്ക് കഴിയും. അങ്ങനെ ടീം കൃത്യമായി ഡെവലപ്പ് ചെയ്യും. അപ്പോ നിങ്ങളുടെ ടീമിന് നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് വരെ, നിങ്ങളുടെ ടീം സെറ്റ് ആകുന്നത് വരെ. അതില് ടീം 10 ആദ്യം നമ്മൾ ക്രൈറ്റീരിയ നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്തൊരു നിങ്ങളുടെ മനസ്സിൽ കൊടുക്കേണ്ട ഒരു ചിന്ത, നിങ്ങളുടെ ലക്ഷ്യം ടീം 10 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് പ്രോഗ്രാമിൽ പോയാലും ഏത് മീറ്റിങ്ങിന് പോയാലും എന്റെ 10 പേര് ആ മീറ്റിങ്ങിൽ ഉണ്ടാവണം. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആക്റ്റീവായ 10 പേര്. കസ്റ്റമറെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റണം, ആ ഡിസ്ട്രിബ്യൂട്ടറെ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റണം. കസ്റ്റമർ ആരാണ്? ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളാണ്. ആ കസ്റ്റമറെ നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും കുത്തി നിറച്ചുകൊണ്ട് അവരെ ഉറങ്ങിക്കിടക്കുന്ന പൊടി കൊണ്ടും മൂടിപ്പോയ ആഗ്രഹങ്ങളെ പതുക്കെ പോളിഷ് ചെയ്തെടുത്ത് നമ്മൾ പ്രവർത്തനം സജ്ജമാക്കുകയാണ്. അവരെ പ്രോഗ്രാമിലേക്ക് മീറ്റിംഗിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അങ്ങനെ ആ പ്രോഗ്രാമിനും മീറ്റിങ്ങിനും വരുന്ന സമയത്ത് അവരുടെ ഉള്ളിലും ലക്ഷ്യങ്ങൾ രൂപാന്തരപ്പെടുകയാണ്, അവരും തീരുമാനമെടുക്കുകയാണ്. സ്വാഭാവികമായും അവിടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ ടീം 10, ടീം 50, ടീം 100 നിങ്ങളൊരു 3 മാസം കൊണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ ഒരു 3 മാസം കൊണ്ട് ടീം 100 എന്ന് പറയുന്ന ലക്ഷ്യം നമ്മൾ ഓരോരുത്തരും വയ്ക്കണം. 100 പേരടങ്ങുന്ന ഒരു ടീം. നിങ്ങൾ ഒന്ന് ചിരിച്ചു നോക്കൂ. നിങ്ങൾ കമ്പനി മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ആഫ്റ്റർ മീറ്റിങ്ങില് നിങ്ങളുടെ 100 പേരോട് കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ് വളരെ സ്മൂത്ത് ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ 100 ഇനി 1000 ആവാൻ അധികം ദിവസം എടുക്കില്ല. ആദ്യത്തെ 10ലേക്കും ആദ്യത്തെ 50ലേക്കും അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയം. അതിന് നിങ്ങൾ ഒരു സമയം ഫിക്സ് ചെയ്യണം. നമ്മൾ ഇത്ര ലക്ഷം രൂപ വരുമാനം വാങ്ങും എന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ബയോട്ടോറിയത്തിന്റെ യാത്രയിൽ എന്റെ ടീം 100 എന്ന് പറയുന്ന ടീം സ്റ്റാർട്ട് ആവുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. ടീം 100 സെറ്റ് ആവുന്നത് വരെ നിങ്ങളുടെ അപ്ലൈ നടത്തുന്ന NDO-യിൽ ആദ്യത്തെ തവണ 2 ആള് 4 ആള് പങ്കെടുക്കുന്നു, പിന്നീട് അത് 10 ആക്കുന്നു, 25 ആകുന്നു, 50 ആകുന്നു. പിന്നീട് നിങ്ങളുടെ സ്വന്തം ടീമിന്റെ NDO-കൾ നടക്കുന്നു, നിങ്ങളുടെ സ്വന്തം RTP-കൾ നടക്കുന്നു, സ്വന്തം 1 ഡേ പ്രോഗ്രാം നടക്കുന്നു. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ പതിയെ മാറും. ടീം ഡെവലപ്മെന്റിനെ കുറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. ടീമിലൂടെ മാത്രമേ അസാധ്യമായത് നമുക്ക് സാധ്യമാക്കാൻ കഴിയും. ആ ടീമിന് വേണ്ടിയായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതിന്റെ കൃത്യമായി ഞാൻ എന്നെ ഒരുക്കണം, നമ്മുടെ ടീമിനെ ഒരുക്കണം, പ്രോഗ്രാമുകളെ യൂട്ടിലൈസ് ചെയ്യണം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ നമ്മുടെ കമ്പനി മാത്രമല്ല, ഈ ലോക ചരിത്രത്തിൽ വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ച കാര്യം, ഈ മേഖലയിൽ ആരൊക്കെയാണോ പ്രോഗ്രാംസിനെ ഉപയോഗപ്പെടുത്തുന്നത്, പ്രോഗ്രാമിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, പ്രോഗ്രാമിന്റെ ഭാഗമാകുകയല്ല,
നമ്മൾ തന്നെ ചെന്നിരുന്നു. നമ്മൾ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. നമ്മുടെ ടീമിൽ 50 പേര് അവിടെ ഉണ്ടായി. നമ്മൾ പ്രോഗ്രാമിന് ഉപയോഗിച്ചു. ആരൊക്കെയാണോ പ്രോഗ്രാമിന് ഉപയോഗിക്കുന്നത് അവരാണ് ചരിത്രമായിട്ട് മാറുന്നത്. അങ്ങനെയാ മാറിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ടീം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോ വ്യക്തികൾക്കും കടന്നു വരും. അതിന് കൃത്യമായി ഞാൻ എന്നെ ഒരുക്കണം, നമ്മുടെ ടീമിനെ ഒരുക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന സിസ്റ്റം, അതാണ് നമ്മുടെ ടീമിന്റെ പ്രോഗ്രാംസ്. ആ സിസ്റ്റത്തിലേക്ക് ആളുകളെ കണക്ട് ചെയ്യുക. നിങ്ങൾ ബാഹുബലി ആവണ്ട, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് ആളുകളെ കണക്ട് ചെയ്താൽ മതി. ആ സിസ്റ്റം അവരെ കറക്റ്റ് ചെയ്തോളൂ. അങ്ങനെ കൃത്യമായ ഒരു ടീം ഉണ്ടാക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പ്രോഗ്രാമുകൾ ഉപയോഗിക്കും. ഡെയിലി വർക്ക് ഉണ്ടാവും, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വർക്ക് എന്ന് പറയുന്നത് അത് എഫക്റ്റീവ് ആയിരിക്കണം. 1-to-1 ഹോം മീറ്റിംഗ്, ആൾ മീറ്റിംഗ്, ഗ്രൂപ്പ് സിറ്റിംഗ്, ഇത്തരത്തിലുള്ള ഈ ബിസിനസിന്റെ ജീവവായുവിനെ നമ്മൾ ഏറ്റെടുക്കാൻ കഴിയും. 1-to-1 ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യമാകരുത്. പുതിയൊരു വ്യക്തി തുടർച്ചയായി ഒരു 3 മാസം എല്ലാ പ്രോഗ്രാമിലേക്കും പുതിയ ആളുകളെ എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് പുതിയൊരാളുടെ ഉത്തരവാദിത്തമാണ് ഒരു ടീം ഉണ്ടാവണം എന്നുള്ളത്. എങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യമാണ്. ഇത് അപ്ലൈന്റെ സപ്പോർട്ട് കൂടിയിട്ടാവണം. കൃത്യമായി അങ്ങനെ ഒരു ഫോക്കസ് നമ്മളിൽ വന്നാൽ നമ്മുടെ ടീം പതുക്കെ പതുക്കെ സെറ്റ് ആവുന്നത് കാണാം. നമ്മൾ അറിയാതെ വലുതാവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ 2 പോയിന്റാണ് പറഞ്ഞത് ടീം ഡെവലപ്മെന്റുമായി. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ചീവ്മെന്റ് ഉണ്ടാവണം, ആക്ഷൻ നടക്കണം, പ്രവർത്തനം നടക്കണം, ഡെയിലി വർക്ക് നടക്കണം. ഈ ഡെയിലി വർക്ക് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ഉള്ളിൽ ജനിക്കേണ്ട ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ്. ഈ 3 ഘടകങ്ങളും ആക്ഷൻ, അച്ചീവ്മെന്റ്, റിലേഷൻഷിപ്പ്, ഈ 3 ഘടകങ്ങളും പരസ്പരമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. റിലേഷൻഷിപ്പിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. നമ്മൾ അപ്ലൈൻ ഡൗൺലൈൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ക്രോസ് ലൈൻ റിലേഷൻഷിപ്പ്, കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഈ ബന്ധങ്ങൾ ദൃഢമാവുന്നതോട് കൂടിയിട്ടാണ്, ശരിയായ രീതിയിൽ വർക്കാവുന്നതോട് കൂടിയിട്ടാണ് നമ്മളുടെ കൃത്യമായ പ്രവർത്തനം നമ്മളിൽ നടക്കുന്നത്. അതായത് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ലളിതവും ഏറ്റവും ബുദ്ധിമുട്ടേറിയമായ ടാസ്ക്കാണ്. റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനം, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബിസിനസ് റൺ ചെയ്യുക. ഞാൻ കൃത്യമായിട്ട് പറയാം, ഞാനും എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മനോജ് സാറും ആയിട്ടുള്ള ഡാനി സാറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രമാത്രം ശക്തമാണോ അതനുസരിച്ചായിരിക്കും എന്റെ ടീം മുന്നോട്ട് പോകുന്നത്. അപ്ലൈനെ കണ്ടാൽ മിണ്ടാണ്ട് നടക്കുന്ന, അപ്ലൈനോട് ഈഗോ കാണിക്കുന്ന വ്യക്തികൾ അധിക കാലം ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകില്ല. അപ്ലൈനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം, കുറ്റിച്ചൂലാണെങ്കിലും. അപ്ലൈൻ ഈസ് ലൈഫ് ലൈൻ. നിങ്ങൾ മറ്റേ പല മേഖലയിലും വിദഗ്ധനായിരിക്കാം, വിജയിച്ച വ്യക്തിയായിരിക്കാം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസ് രീതിയിൽ നിങ്ങളുടെ വിജയത്തിൽ 90% പങ്ക് നിങ്ങളുടെ അപ്ലൈനാണ്. നിങ്ങളെക്കാൾ നിങ്ങളുടെ വിജയത്തിൽ ഇതിൽ പങ്ക് ഒരു പരിധി വരെ ടീം വർക്കിൽ നിങ്ങളുടെ അപ്ലൈൻ ഉണ്ട്. അപ്ലൈനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. അപ്ലൈന്റെ കയ്യിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്ലൈനെ റെസ്പെക്ട് ചെയ്യുന്നു, അപ്ലൈന്റെ കയ്യിൽ നിന്ന് നമുക്ക് സ്നേഹമാണ് കിട്ടുന്നത്. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പലപ്പോഴും പലർക്കും പല തെറ്റുകളും പറ്റാറുണ്ട്. അപ്ലൈനെ റെസ്പെക്ട് ചെയ്യണം. ഡൗൺലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്ലൈനെ റെസ്പെക്ട് കൊടുക്കുമ്പോഴാണ് താഴെയുള്ള 100 കണക്കിന് ഡൗൺലൈൻസ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. നമുക്ക് അപ്ലൈനിൽ നിന്ന് കിട്ടേണ്ടത് ലവ് ആണ്, സ്നേഹമാണ്. ഡൗൺലൈനിൽ നിന്ന് കിട്ടേണ്ടത് റെസ്പെക്ട് ആണ്. ഇത് തിരിച്ചാവരുത്. ചില ആളുകൾ ഡൗൺലൈനെ റെസ്പെക്ട് ചെയ്ത് അമിതമായി റെസ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ കഴുത്ത് ഡൗൺലൈന്റെ കഷത്ത് കൊണ്ടുവയ്ക്കുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെ വരുമ്പോ അവരുടെ ഇഷ്ടത്തിന് ഞെക്കി കളിക്കും. അവിടെ കൃത്യമായി ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. നോക്കൂ, ഇതൊരു പേപ്പർ ആണെങ്കിൽ അപ്ലൈനും ഡൗൺ ലൈൻ നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു വായിക്കാൻ പറ്റുന്ന ഒരു അകലത്തിലാവണം. കണ്ണിനോട് അടുപ്പിച്ച് വെക്കാനും പാടില്ല, വായിക്കാൻ പറ്റാത്ത അകലത്തിലേക്ക് നീട്ടി വെക്കാനും പാടില്ല. ആ ഒരു കൃത്യമായ റേഷ്യോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഒരു ഡൗൺ ലൈനുമായിട്ടും ഒരു അപ്ലൈനുമായിട്ടും ഒരു പരിധിയിൽ കവിഞ്ഞ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കരുത്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഈഗോ വരാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവം മനുഷ്യർക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ കൺട്രോള് മറ്റെല്ലാ കഴിവുകളും ജീവജാലങ്ങൾക്ക് കൊടുത്തപ്പോ വ്യത്യസ്തമായ മനുഷ്യന് മാത്രമാണ് സ്വപ്നം കാണാനും ചിന്തിക്കാനുള്ള ശേഷി കൊടുത്തത്. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ ചോദിച്ചു ഉത്രേ, ഈ നമ്മളെക്കാൾ കൂടുതൽ കഴിവും ശേഷിയും എന്തിനാണ് മനുഷ്യന് ദൈവത്തിന്റെ മകൻ ചോദിക്കുന്ന അച്ഛനോട് എന്തിനാണ് കൊടുക്കുന്നത്? അവർ നമ്മളെക്കാൾ വലുതായി പോകില്ലേ? അവന്റെ ഒരു ഈഗോ വർക്ക് ചെയ്തതാണ്. അപ്പൊ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട്, പേടിക്കണ്ട, ഇവർക്കെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു സാധനം അഡീഷണൽ കൊടുത്തിട്ടുണ്ട്, അതാണ് ഈഗോ. അത് എന്ന് അവന് വർക്കൗട്ട് ആവണോ അന്ന് അവൻ തല്ലി പിരിഞ്ഞോളൂ. ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ ഞാൻ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ഈഗോ എന്ന് പറയുന്ന ആ 3 അക്ഷരമാണ് ടീമിനെ നശിപ്പിച്ചിട്ടുള്ളത്. ആ ഈഗോയെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവമായിട്ട് മാറാൻ പറ്റും. അതായത് നമ്മുടെ ടീം ആ രീതിയിൽ വളരുന്നത് കാണാൻ പറ്റും. അപ്പൊ ആ റിലേഷൻഷിപ്പ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ഓരോ അപ്ലൈനും ഓരോ ഡൗൺ ലൈനും ബാധ്യസ്ഥനാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, ആ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ബിഹേവിയർ ആണ്, പെരുമാറ്റമാണ്, നമ്മുടെ ക്യാരക്ടറാണ്. നമ്മുടെ ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത് നമ്മുടെ പെരുമാറ്റം. ആ പെരുമാറ്റത്തെ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ നേരിട്ട് കാണല് വളരെ കുറച്ചേ ഉള്ളൂ, എല്ലാവരും സംസാരിക്കുന്നത് ഫോണിലൂടെയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ആശയ വിനിമയ ശേഷി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിച്ച പോലെയാണോ നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ പറയുന്ന പുറത്തേക്ക് വിടുന്ന പല വാക്കുകളും ചെന്നെത്തുന്നത് വിപരീതമായ അർത്ഥത്തിലായിരിക്കാം, വിപരീതമായ ഡോസിലായിരിക്കും. ഇത് പലപ്പോഴും റിലേഷൻഷിപ്പിനെ ബാധിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൂൾ ഇൻ യുവർ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്ലൈൻ ഡൗൺ ലൈൻ, ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ്. ഏറ്റവും അപകടകരമായ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ശ്രദ്ധിക്കണം. കിണ്ണത്തിന്റെ വക്കത്തെ കടുകുമണി പോലെയാണ്. ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും പുതിയ ആളുകളെ, തുടക്കക്കാരെ മീറ്റിംഗ് ഹാളിൽ കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു, നല്ല ബന്ധം ഉണ്ടാവും, കാണുമ്പോൾ ചിരിക്കുന്നു, അവർ നല്ലൊരു പോസ്റ്റർ, നല്ല ലീഡറാണ്, നമുക്ക് തോന്നുന്നു, ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു തരത്തിലും അനാവശ്യമായി ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിൽ പറയുന്നില്ല. അപ്പൊ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ നടന്നത് തെറ്റാണോ? പല ആളുകളും ചോദിക്കും. ഞങ്ങൾ പരിചയക്കാരാണ്, നല്ല സുഹൃത്തുക്കളാണ്. തെറ്റല്ല. പരിധി കടന്നാൽ അത് നിങ്ങളെ നശിപ്പിക്കും. ഒരു അച്ചീവ്മെന്റ് വന്നു, കൺഗ്രാജുലേറ്റ്, വെരി ഗുഡ്, ആവശ്യമാണ്. ഒരു ഡൗട്ട് ഉണ്ടായി, ചോദിച്ചു മനസ്സിലാക്കി, വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ 2 വാക്കുകൾ പറയും, ഉണർത്തുപാട്ടും ഉറക്കുപാട്ടും. സ്വന്തം ടീമിനെ വിളിക്കാൻ ചില ആളുകൾക്ക് നേരമില്ല. രാവിലെ എണീറ്റ വശം ആദ്യം വിളിക്കുന്നത് ക്രോസ് ലൈനെ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ ഉണർത്തുപാട്ട്. ഇനി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ക്രോസ് ലൈനെ വിളിച്ച് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു കുശുമ്പം പറഞ്ഞില്ലെങ്കിൽ ഒരു ഉറക്കം അവർക്ക് വരില്ല. ഉറക്കുപാട്ടും ഉണർത്തുപാട്ടും നടത്തുന്ന കുറെ ആളുകൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ നശിപ്പിക്കാറുണ്ട്. അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മറ്റുള്ള ടീമുകളെ, ആളുകളെ വിളിക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം സുഖം അന്വേഷിക്കും. അടുത്ത സ്റ്റെപ്പില് ഈ പറയുന്ന ഇവിടെയുള്ള ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് അവര് ഏറ്റവും അടുത്ത ആള് എന്ന രീതിയിൽ അവരോട് ഷെയർ ചെയ്യും. അതായത് അവിടെ ഒരു വലിയ പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ ഒരു തുളയിടുന്ന പോലെയാണ്.
അപ്പൊ അപ്പുറത്തൊന്ന് ചോദ്യം വരും, നിങ്ങളുടെ ടീമിൽ ഇങ്ങനെയാ, നിങ്ങളുടെ അപ്ലൈ ഇങ്ങനെയാ, ഞാനൊന്നും അങ്ങനെയല്ല കേട്ടോ, അല്ലെ ഞങ്ങളുടെ ടീമിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ. ഒരു തുള ഇട്ട് വെച്ചു. ആ തുള എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ആ വലുതായി ആ പേപ്പർ കീറാൻ തുടങ്ങും. ഒരു പരിധിക്കപ്പുറം ക്രോസ് ലൈൻ നിങ്ങളെ ഡെയിലി വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, ഇത് നിങ്ങളുടെ നന്മയ്ക്കല്ല, അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടാണ്. ആ വിളിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നോ പ്രോബ്ലം. അവർ പറ്റുമെങ്കിൽ നിങ്ങളെ ഒരു പരിധിക്ക്, പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടുമോ എന്നാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരിക്കലും നമ്മൾ നിന്നു കൊടുക്കരുത്. വിളിക്കാം, അതിനൊരു പരിധി, കയ്യകലം വയ്ക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ നിർത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവും. പറയാറുണ്ട്, സാധാരണ പെൺകുട്ടികളോട് രക്ഷിതാക്കള് കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളോട് ഉപദേശിച്ചു കൊടുക്കാറുണ്ട്, മറ്റുള്ള ആൺകുട്ടികളുമായിട്ടോ ഉള്ളവരായിട്ടുള്ള ഒരു ബന്ധം കൃത്യമായ അകലത്തിൽ നിർത്തണം. അപ്പൊ ചില പെൺകുട്ടികൾ ചോദിക്കാറുണ്ട്, ഞാൻ മറ്റുള്ളവരോട് മിണ്ടിയ എന്താ കുഴപ്പം? മിണ്ടിയ കുഴപ്പമൊന്നുമില്ല, ആ മിണ്ടുന്നതിന്റെ ഒരു പരിധി നമ്മൾ നിശ്ചയിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ക്ലോസ് ലൈനുമായി സംസാരിക്കുന്നതിന് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കണം. അനാവശ്യമായ നമ്മുടെ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മുടെ ടീമിലല്ലാതെ, ഞാൻ പ്രിയപ്പെട്ട എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ നിങ്ങളുടെ അപ്ലയൻസ്, നിങ്ങൾ എന്ത് പ്രശ്നവും നിങ്ങളുടെ അപ്ലയൻസിനോട് നിങ്ങൾക്ക് പറയാം. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു മിസ്റ്റേക്ക്, പല ഡൗൺ ലൈൻസും അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവരുടെ ഡൗൺ ലൈനോട് വിളമ്പും, ക്രോസ് ലൈനോട് വിളമ്പും. ഇതൊരിക്കലും നിങ്ങൾക്ക് ഗുണകരമാകില്ല. നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങളുടെ അപ്ലയൻസ് ഉണ്ട്. എന്ത് വിഷമവും നിങ്ങളുടെ അപ്ലയനോട് സംസാരിക്കും, അതിനുള്ള പരിഹാരം അവരുണ്ടാക്കി തരും. നിങ്ങൾ ഡൗൺ ലൈനോടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ വിളമ്പുന്നതെങ്കിൽ നിങ്ങളുടെ ടീം നശിച്ചു പോകും, നശിച്ച് നാറാണക്കലിടും. ഡൗണിനോട് നമ്മൾ സംസാരിക്കേണ്ടത് എന്താണ്? പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം, അവരെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മാത്രം. എന്റെ ഒരു വാക്കുകൊണ്ട് അവർ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആവരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ സംസാരിക്കാനുള്ള ആളാണ് ഏത്? അപ്ലൈ. എല്ലാ പ്രശ്നങ്ങളും അപ്ലൈയിലേക്ക് കൊടുത്തോളൂ, നിങ്ങൾ ഫ്രീ ആയിക്കോളും. നിങ്ങൾ ഡൗണിലേക്ക് ഒരു പ്രശ്നവും നിങ്ങൾ കൊടുക്കരുത്, നിങ്ങളുടെ ടീം നശിച്ചു പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ അവരോട് വിളമ്പും. സ്വാഭാവികമായിട്ടും അവർ കുറച്ചുകൂടി മസാലകൾ പുരട്ടും. സ്വാഭാവികമായിട്ടും ആ തീ ആളിക്കത്തും. ആ ടീം, ആ അപ്ലൈനും ഡൗൺലൈൻ നമ്മളെ റിലേഷൻഷിപ്പ് തെറ്റും, അവിടെ ബിസിനസ് കൊളാപ്സ് ആവും. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ വ്യക്തികളും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കറക്റ്റായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈനോട് പ്രശ്നങ്ങൾ പറയുക, നിങ്ങളുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ പറയുക, ഡൗൺ ലൈനോട് പോസിറ്റീവ് മാത്രം പറയും. ഈ രീതി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങളുടെ ടീം അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകും. ഞാൻ എന്റെ അപ്ലൈന് മനോജ് സാറോട് ഒരുപാട് വിഷമങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, ടീമുമായി ബന്ധപ്പെട്ട്. ആ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എന്റെ ഡൗൺ ലൈനോട് ഞാൻ പങ്കുവയ്ക്കാറില്ല. അങ്ങനെ പങ്കുവച്ചാൽ എന്റെ ടീം തരിപ്പണാവും. ടീമാവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികളാണ്, വ്യത്യസ്തമായ DNA ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ചിന്തിക്കുന്നതും രീതിയാവണമെന്നല്ലേ മറ്റൊരാൾ ചിന്തിക്കുന്നത്. അവിടെ കൃത്യമായി ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. പ്രോബ്ലം സോൾവറായി മാറണം. നിങ്ങൾക്കൊരു നല്ലൊരു ടീം ഉണ്ടാവണമെങ്കിൽ, നല്ല പ്ലാൻ പറയും പ്രസന്റർ ആവുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രോബ്ലം സോൾവറായി മാറുക. നിങ്ങൾക്കൊരു ടീം ഉണ്ടായി കഴിഞ്ഞാൽ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു ഘടന. ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോബ്ലം സോൾവറായി മാറണം. പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്തൊരു പ്രശ്നവുമില്ല. ആ പരിഹാരത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമും നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിനെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, നമ്മുടെ കമ്പനിയുടെ MD ഞാനാണെന്നൊരു ചിന്ത എനിക്ക് ഉണ്ടായാൽ മതി.
സാഗർ സാറിനെ അവിടെ മാറ്റി നിർത്താം, ഞാനാണ് MD, ഞാൻ എങ്ങനെ ആ പ്രശ്നം വരുമ്പോൾ സോൾവ് ചെയ്യും? ആ ചിന്തയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറും. അപ്പോഴേ നമുക്കൊരു വ്യവസായിയായി മാറാൻ പറ്റും. ഈ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഇല്ലാതാക്കലല്ല നമ്മുടെ ഡ്യൂട്ടി, ആ പ്രശ്നങ്ങളെ പരിഹരിക്കലാണ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ പാർട്ട്, അത് ആ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ബിസിനസ്സിൽ വലിയൊരു അച്ചീവറായി മാറാൻ കഴിയൂ. കാരണം നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന ലക്ഷ്യം ചെറുതല്ല, നമ്മൾ ഓരോരുത്തർക്കുള്ള വെല്ലുവിളിയാണ്. 160 കോടി ഞാൻ വച്ചിട്ടുണ്ട് മോനെ, വേണമെങ്കിൽ നീ നേടിക്കോ. ഇതാണ് നമ്മുടെ കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷം 160 കോടി വരെ നേടാനുള്ള ഒരു സാധ്യത നമ്മുടെ കമ്പനി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇപ്പൊ ഇന്ന് 2 ദിവസം മുമ്പ് അന്തരിച്ച പ്രമുഖ വ്യവസായി കോൺഫറൻസ് ഗ്രൂപ്പിന്റെ റോയ് സാർ, നാട് ഒന്നാകെ നടുങ്ങി അദ്ദേഹത്തിന്റെ മരണത്തിൽ. എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു പോകുന്നു, നമ്മൾ ഈ നടുക്കുണ്ടാവാറുണ്ടോ? അദ്ദേഹം ഒരു വ്യവസായി ആയതുകൊണ്ടാണ്, ഒരുപാട് ആളുകൾക്ക് ജീവിതം കൊടുത്ത വ്യക്തി ആയതുകൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൂടെ. കേരളത്തിന്റെ പെരുമ മറുനാട്ടിൽ എത്തിച്ച വ്യക്തിയാണ്. അപ്പൊ ഇത്തരത്തില് ഒരു സാധാരണക്കാരൻ ഒരു വ്യക്തി വൻ വ്യവസായി മാറിയപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച്, അത്തരത്തിൽ ലോകത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലെങ്കിലും നിങ്ങൾക്കൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മഹത്തായ ബിസിനസ്സിലൂടെ, ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയിലൂടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഈ 3 ഘടകങ്ങളാണ്: അച്ചീവ്മെന്റ്, ആക്ഷൻ, റിലേഷൻഷിപ്പ്. ഈ 3 ഘടകങ്ങളാണ് ടീം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ടീം ക്രിയേഷനും ടീം ഡെവലപ്മെന്റും രണ്ടാണ്. ടീം ക്രിയേഷൻ ടീം ഉണ്ടാവാൻ എന്തുണ്ടായാൽ മതി? 4 ബേസിക് കൃത്യമായി ടീമിൽ നടന്നാൽ മതി. ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ. ഈ 4 കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ ടീം ഉണ്ടാവും. ആ ഉണ്ടായ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അടുത്ത ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാനും നമ്മൾ മറ്റു ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. അച്ചീവ്മെന്റ് നമ്മുടെ ടീമിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അച്ചീവ്മെന്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് ഒരു ടാർഗറ്റ് അച്ചീവ് വ്യക്തിയെ അടുത്ത ടാർഗറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കണമെങ്കിൽ ടീമിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നിങ്ങളൊരു മെസ്സേജ് ഇട്ടാൽ, നിങ്ങളൊരു കോള് ചെന്നാൽ, നിങ്ങൾ എടുത്ത ആളുകൾ എത്തുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. നമ്മളൊരു റോൾ മോഡലായി മാറണം, പ്രോബ്ലം സോൾവറായി മാറണം, ഒരു പോസിറ്റീവ് തിങ്കറായി മാറണം, പോസിറ്റീവ് ടോക്കറായി മാറണം. പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന അതുല്യമായ ആ കഴിവ് നമുക്ക് ഉണ്ടാവും. എനിക്ക് എന്നോട് എപ്പോഴും പോസിറ്റീവ് പറയാൻ കഴിഞ്ഞുകൊണ്ടേയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇതില് കോടാനുകോടി സമ്പാദിച്ച ഒരു വലിയ ലീഡർ വേറൊരു കമ്പനിയുടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അറ്റൻഡ് ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ 2 വാക്ക് ഇതാണ് ടീം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട. അത് എന്റെ മനസ്സിൽ ഇന്നുണ്ട്. ലവ്, രണ്ടാമത്തെ വാക്ക് ക്യാരക്ടർ. ഈ 2 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ടീമിനെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുക, നിങ്ങളുടെ ക്യാരക്ടർ ഡെയിലി ചെത്തി മിനുക്കാൻ കഴിയും. നമ്മുടെ ക്യാരക്ടറിൽ വരുന്ന മാറ്റം ഓരോ ദിവസത്തിലും. ചില ആളുകളെ നമുക്ക് അറിയാം, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾ. ശ്രദ്ധിച്ചോളൂ, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന വ്യക്തികൾ അവരുടെ വീട്ടില് അവർക്കതാവാം, ടീമിൽ അത് പാട്ടില്ല. വീട്ടിൽ അത് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ പറയാറുണ്ട്, ഞാൻ അങ്ങനെയാണ്. അതെവിടെ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് ടീം കാണാതെ പോകും. അവിടെ കഴിവല്ല പ്രധാനം, നമ്മുടെ ക്യാരക്ടറാണ് പ്രധാനം. ടീം ഉണ്ടായ ആ ടീം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളുടെ ക്യാരക്ടറിനെ അനുദിനം നിങ്ങൾക്ക് മാറ്റാൻ കഴിയണം. സംസാര രീതി വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മുടെ ഷെയ്ക്ക് ഹാൻഡ്, നമ്മുടെ ഒരു പുഞ്ചിരി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ടീം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടീം അംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഇടയ്ക്ക് നിങ്ങളുടെ ലീഡേഴ്സുമായി കൂടിയിരുന്ന് ഒരു ചായ കുടിക്കുക, ഒരു ഭക്ഷണം ഒരുമിച്ച് കഴിക്കും. ഇതൊക്കെയും അവരുമായുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അച്ചീവ്മെന്റ് ടീമിൽ ഉണ്ടാവുന്ന സമയത്ത് അത് ഭംഗിയായി സെലിബ്രേറ്റ് ചെയ്യും.
അപ്ലൈനോട് ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ദേഷ്യം ജന്മനായുള്ള വ്യക്തികൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കാറാണ്. അത് അവര് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അന്ന് തന്നെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയും. അന്ന് വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ടീമിൽ പ്രശ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകാൻ പാടില്ല. അന്നുണ്ടാവുന്ന പ്രശ്നങ്ങളെ അന്ന് തന്നെ നമ്മൾ സോൾവ് ചെയ്യണം. അതിന് ഓരോ അപ്ലയൻസും മുൻകൈ എടുക്കണം. ഓരോ ഡൗൺലൈനും അതിന് തയ്യാറാവണം. കാരണം നമ്മൾ തമ്മിലുള്ള ആ അപ്ലൈൻ ഡൗൺലൈൻ തമ്മിലുള്ള ആ കോമ്പിനേഷൻ, ആ റിലേഷൻഷിപ്പ് ആണ് മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം തോന്നുന്നുവെങ്കിൽ വ്യക്തിയോടല്ല എതിർപ്പുണ്ടാവേണ്ടത്, അദ്ദേഹം ചെയ്ത കാര്യത്തിനോട്, പറഞ്ഞ കാര്യത്തിനോടായിരിക്കും. അവിടെ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി വിളിച്ച് അല്ലെങ്കിൽ നേരിൽ കണ്ട് പറയണം. കൂട്ടത്തിൽ വെച്ചല്ല. വിമർശനങ്ങൾ ഒരിക്കലും കൂട്ടത്തിൽ വെച്ചാവരുത്. അത് ഒറ്റയ്ക്ക് തനിയാവണം. തീർച്ചയായിട്ടും അങ്ങനെ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം. നിങ്ങൾക്ക് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അനിഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരോട് കൃത്യമായി പ്രകടിപ്പിക്കണം. ഗ്രൂപ്പിൽ വെച്ചല്ല, വ്യക്തിപരമായി ഒറ്റയ്ക്ക്. സാർ ഇന്ന പറഞ്ഞ കാര്യം, ഇന്ന ചെയ്ത കാര്യം അത് തന്നെ മാനസികമായി വേദനിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കൂ. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പരസ്പരം ജയിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത്, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. രണ്ടുപേര് തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു രീതിയുണ്ട്. ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ സ്ഥാപിക്കുന്നു, അവർ പറയുന്നതാണ് ശരിയെന്ന് അവർ സ്ഥാപിക്കുന്നു. അതായത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. 6 എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതിയിട്ട് അതിന്റെ ഒരു തലയ്ക്ക് നിൽക്കുന്ന വ്യക്തിക്ക് അത് 6ഉം മറുതലയ്ക്ക് നിൽക്കുന്ന വ്യക്തിക്ക് അത് 9ഉമാണ്. എഴുതിയ അക്ഷരം ഒന്നാണ്, അവർ നോക്കുന്ന ആ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലമാണ് വ്യത്യാസം. ആ രണ്ട് ദിക്കിലും നിന്ന് നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന കാഴ്ച വേറെയാണ്. ഒരാൾക്ക് അത് 6ആയി തോന്നുന്നു, മറ്റൊരാൾക്ക് 9ആയി തോന്നുന്നു. ഈ കാഴ്ചയുടെ വ്യത്യാസമാണ് അപ്ലൈനും ഡൗൺലൈനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവും. അവിടെ നമുക്ക് എപ്പോഴും മറ്റുള്ള ആളുടെ പൊസിഷനിൽ നിന്ന് ചിന്തിക്കാൻ കഴിയണം. ഒരു ഡൗൺലൈൻ നമ്മളോട് ഒരു പ്രശ്നം പറയുന്ന സമയത്ത്, ഒരു അപ്ലൈൻ നമ്മളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എതിർവശത്തുള്ള അപ്ലൈന്റെ ആയിക്കോട്ടെ ഡൗൺലൈന്റെ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ പ്രശ്നം പകുതി സോൾവ് ആവും. തർക്കം രൂക്ഷതയിലേക്ക് പോവില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ വലിയ സബ്ജക്റ്റിൽ ഒരു റൂളാണ്, ഒരാൾ നമ്മളോട് അതിവികാരമായി ദേഷ്യത്തില് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി നമ്മൾ സംസാരിക്കരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഛർദിക്കാൻ വന്നു, അദ്ദേഹം ആ ഛർദിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ വാഴ പൊത്തിപ്പിടിച്ചാൽ എന്താണ് സംഭവിക്കുക? അതുപോലെ തന്നെയാണ് ഒരാളോട് നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനിടയിൽ തടസ്സം വയ്ക്കുന്നത്. വായ പൊത്തിന് തുല്യമാണ്. അത് വലിയ പ്രശ്നം ഉണ്ടാകും. ഛർദിച്ചിട്ടെ ഛർദിച്ചു കഴിയുമ്പോ അവസാനിക്കുമ്പോ അവർക്ക് തന്നെ മനസ്സിലാവും അവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. ഛർദിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരെ തിരുത്താൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ വലിയൊരു സബ്ജക്റ്റ് ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ടീമിനെ കൊളാപ്സ് ചെയ്യും, ബന്ധങ്ങളെ നശിപ്പിച്ചു കളയും. അപ്പോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് തോന്നുന്ന പോലെ തന്നെ അവർക്കും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമുണ്ട്. അഭിപ്രായം അവർ രേഖപ്പെടുത്തട്ടെ. നിങ്ങൾ പരസ്യമായി ചെയ്യേണ്ടത് അഭിനന്ദനമാണ്. പരസ്യമായി നമ്മൾ ചെയ്യേണ്ടത് അഭിനന്ദനമാണ്. നമ്മുടെ ടീമിൽ ടീം ഡെവലപ്മെന്റ് ഒരു ഏറ്റവും വലിയ സിമ്പിൾ ഒരു ടെക്നിക്കാണ്. നിങ്ങളുടെ ടീമിൽ ഒരാള് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്താൽ, പോസിറ്റീവായിട്ട് കാര്യം ചെയ്താൽ അതിനെ പരസ്യമായി അഭിനന്ദിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുമ്പോൾ, ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റുകളും അല്ലെങ്കിൽ അനുമോദനങ്ങളൊക്കെ കൊടുക്കുന്നത്. അഭിനന്ദനം ഒരു വ്യക്തിയുടെ കഴിവിനെ പുറത്തേക്ക് എടുക്കുന്നതാണ് പറയുന്നത്. ഒരു കഴിവ് വർദ്ധിപ്പിക്കാൻ, ഒരു വ്യക്തിയുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ അഭിനന്ദനം അവരെ സഹായിക്കും. ഒരു വ്യക്തിയെ വളർത്തി വലുതാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം അവരെ അഭിനന്ദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അവർ ചെയ്ത നല്ല കാര്യങ്ങളെ നമ്മളെ അഭിനന്ദനങ്ങൾ ഒരിക്കലും മുഖസ്തുതിയായി മാറരുത്. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചല്ല പറയേണ്ടത്, ഉള്ള കാര്യങ്ങളെ നന്നാക്കി പറയുക എന്നുള്ളതാണ്. നമ്മുടെ ടീമിൽ
പലപ്പോഴും നമ്മുടെ ഈ ബയോട്ടോറിൽ തന്നെ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇവിടെ അഭിനന്ദനങ്ങൾ വളരെ കുറവാണ്, എഡിഫിക്കേഷൻ വളരെ കുറവാണ്. നമ്മുടെ അപ്ലയൻസിനെ, നമ്മുടെ ടീമിൽ നല്ലൊരു കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ കൃത്യമായിട്ട് നമ്മൾ എഡിഫൈ ചെയ്യണം. അഭിനന്ദനം തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്നാൽ ഏതൊരു വ്യക്തിയും വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറയാറുണ്ട്, മനഃശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്, കുട്ടികളെ വഴക്ക് പറയരുതെന്ന് പറയും. കൊച്ചുകുട്ടികൾ അവരെ തെറ്റുകളിൽ നിന്ന് തിരുത്തി മുന്നോട്ട് നയിക്കാൻ, നന്നായി പഠിക്കാൻ, എല്ലാത്തിനും അഭിനന്ദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വെൽ ഡൺ, വെൽ ഡൺ, ആ വാക്ക് ആളുകളെ മുന്നോട്ട് നയിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ദ ബെസ്റ്റ്. ഇത്തരം വാക്കുകൾ നമ്മുടെ ടീമിൽ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നിരന്തരം വരട്ടെ. നീ മിടുക്കനാണ്, നിന്നെ കൊണ്ടത് കഴിയും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വാക്കുകൾ ആളുകളെ കൂടുതൽ അവരുടെ കഴിവിനെ പുറത്തേക്ക് എടുക്കാൻ സഹായിക്കും. അതൊരു കമ്മിറ്റ്മെന്റായി അവരുടെ മാറും. സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായി മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. റിലേഷൻഷിപ്പ് കൃത്യമായി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, അതായത് റിലേഷൻഷിപ്പ് കൃത്യമാണെങ്കിൽ അവിടെ ആക്ഷൻ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് പൽചക്രം പോലെയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ അച്ചീവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ആക്ഷൻ ഉണ്ടാവണം, ആക്ഷൻ ഉണ്ടാവണമെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഒരു പൽചക്രം മൂന്നും പരസ്പരം ബന്ധിക്കപ്പെടുന്ന പോലെയാണ്. അത് വളരെ ഈസി ആയിട്ട് ആ ടീം വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്തുകൊണ്ട് ചിലർ വളരുന്നു, എന്തുകൊണ്ട് ചിലർ തളരുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഭാഗ്യത്തെ കൂട്ടുപിടിക്കരുത്. ഭാഗ്യം എന്നത് നിരന്തരമായ നമ്മുടെ പ്രവർത്തനത്തിന്റെയും നമ്മളുടെ ആഗ്രഹത്തിന്റെയും റിസൾട്ടാണ്. ഭാഗ്യമുണ്ട്, സത്യമാണ്. ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, മനോജ് സാറിന്റെ ഭാഗ്യം, സാറിന്റെ തലയിൽ വരച്ചത് വേറെ എവിടെയെങ്കിലും വരച്ചാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഭാഗ്യം എന്ന് പറയുന്നത് നിരന്തരമായ പ്രവർത്തനത്തിന്റെ നിരന്തരമായ ആഗ്രഹത്തിന്റെ പരിണിത ഫലമാണ്. ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ അതിന് തയ്യാറായ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഈ ബയോട്ടോറിയ ഫാമിലിയോട് പറയാനുള്ളത്, നമ്മളുടെ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. ടീമിൽ ഒരു വിഷയം ഉണ്ടായാൽ, അപ്ലൈനുമായിട്ടോ ഡൗൺലൈനുമായിട്ടോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, നമ്മുടെ ഒരു വാക്കുകൊണ്ടോ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റൊരാള് വേദനിക്കരുത് എന്നൊരു തീരുമാനം ഞാൻ എടുത്താൽ എനിക്ക് ഈ ബിസിനസ്സിൽ വളരെ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ മനുഷ്യനാണ് സംഭവിച്ചു പോവാ. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അപ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനുശേഷമോ ആ വ്യക്തിയോട് വ്യക്തിപരമായി ഒന്ന് സോറി പറയാൻ നിങ്ങൾ തയ്യാറായാൽ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും, 10 മടങ്ങ് സ്ട്രോങ് ആവും. നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ പോലെ മറ്റുള്ളവർ ആകണം എന്ന് നമ്മൾ ഒരിക്കലും ശാഠ്യം പിടിക്കരുത്. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്, പക്ഷെ അവരെ കറക്റ്റ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്ക് ഉണ്ടാവണം. അതിന് നമ്മളെ റിലേഷൻഷിപ്പ് അത്രമാത്രം സ്ട്രോങ് ആവും. എന്തായാലും ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ധങ്ങളാണ് ഈ ബിസിനസിനെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ബന്ധങ്ങൾ സ്ട്രോങ് ആവാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാം, നിയന്ത്രിക്കാം. മറ്റൊരാളെ നിയന്ത്രിക്കാൻ നമ്മുടെ കൺട്രോൾ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആ നൂൽപാലത്തിലൂടെ യാത്രയാണത് സത്യത്തിൽ. അത് കുടുംബജീവിതമായിക്കോട്ടെ, ടീം വർക്ക് ആയിക്കോട്ടെ. നമുക്കറിയാം, പണ്ട് 10-25 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ ഡൈവോഴ്സ് ഇപ്പൊ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈഗോ വർക്കൗട്ട് ആവുന്ന ആ സെക്കൻഡ് മുതൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെയും നമ്മുടെ ബിസിനസിനെയും നിങ്ങളുടെ ടീമിനെയും നശിപ്പിക്കുന്ന ഏക പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഈഗോയാണ്. എനിക്കും നമ്മളിൽ ഇടയിൽ ഉണ്ടാവുന്ന ഈഗോ ആണ്. ആ ഈഗോയെ മറികടക്കാൻ നമുക്ക് കഴിയണം. അതുണ്ടാവും, മനുഷ്യനായി അതുണ്ടാവും. അതിനെ അധിക നേരം നിലനിർത്താൻ നമ്മൾ അനുവദിക്കരുത്. അതിനെ 5 സെക്കൻഡ്സ് നമ്മൾ മറികടക്കാൻ നമ്മൾ ഓരോ വ്യക്തികളും തയ്യാറാവണം. അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഈഗോയെ മറികടക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഈഗോയെ മറികടന്നാൽ മാത്രമേ നമ്മുടെ ടീം ശക്തമാവുകയുള്ളൂ, സ്ട്രോങ് ആവുകയുള്ളൂ. നല്ലൊരു ബേസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ടീം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് ടീം സെറ്റ് ആവുക, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് അതിനെ പറപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ലെവലിലേക്ക് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും
ഈ 3 കാര്യങ്ങൾ നമ്മൾ അതിശ്രദ്ധാലുവാവണം. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഈ അരമണിക്കൂറിനുള്ളിൽ മനസ്സിലായി എന്ന് ഞാൻ ധരിക്കുന്നു. തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾക്കും വലിയ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ഇന്ന് മുതൽ നിങ്ങൾ ഈ സെക്കൻഡിൽ ചിന്തിക്കണം, ഞാൻ എന്റെ അപ്ലൈനോട് ഇന്നലെ സംസാരിച്ചത് എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഡൗൺലൈനോട് ഞാൻ പെരുമാറിയതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? ഓരോ ദിവസവും നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം വളരുന്നുണ്ടാവും, നിങ്ങളുടെ ലീഡർഷിപ്പ് വളരുന്നുണ്ടാവും, നിങ്ങളുടെ ടീം വളരുന്നുണ്ടാവും. ആ ഒരു കാര്യത്തിൽ വലിയൊരു ശ്രദ്ധ വ്യക്തിപരമായി ഞാനും നിങ്ങളും കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ 2026 വലിയ ലക്ഷ്യങ്ങളോട് കൂടി നമ്മൾ മുന്നോട്ട് പോവാണ്. സമയം 7 മണിയോട് അടുത്ത് കഴിഞ്ഞു. ആ 2026 ഒരു മാസം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ മുന്നിൽ 11 മാസമാണുള്ളത്. തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറയുന്ന വലിയൊരു ടാർജറ്റ് നമ്മുടെ മുന്നിലുണ്ട്. തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറയുന്ന വലിയൊരു ടാർജറ്റ് നമ്മുടെ മുന്നിലുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് തായ്ലൻഡിലേക്ക് പറന്നു പൊങ്ങുക എന്നുള്ളതാണ് KBCയുടെ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം. അതിന് നമ്മൾ ഇപ്പൊ വലിയ തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മഹാനായ MD ഒരു വലിയ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുകയാണ്. ഈ പറയുന്ന 160 കോടി എന്ന് പറയുന്ന വരുമാനം, 50 ലക്ഷത്തിന്റെ നമ്മളുടെ 50 lakh ക്ലബ്ബ്, 1 PV റീപർച്ചേസ് ക്ലബ്ബ്, അങ്ങനെ തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ, ഡയറക്റ്റ് റെഫറൽ ബോണസ്, ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ കമ്പനി നമുക്ക് തന്നു കഴിഞ്ഞു. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഇതിനെല്ലാം തന്നെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരു ടീം ഉണ്ടാവണം. നമ്മൾ അതിന് ഓരോ വ്യക്തികളും മുൻകൈ എടുക്കണം. അങ്ങനെ ഈ 2026 നിങ്ങൾ ടീം 1000, ഏറ്റവും കുറവ് 1000 പേരടങ്ങുന്ന ഒരു ടീമിനെ നിങ്ങൾ ഒന്ന് ഡ്രീം ചെയ്യുക. ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ 2027 ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ന്യൂ ഇയർ ആഘോഷം എന്റെ ടീമിന്റെ കൂടെ 1000 പേരടങ്ങുന്ന എന്റെ ടീമിന്റെ കൂടെ ആവണം എന്നുള്ള ഒരു ചിന്ത, അതിനുള്ള ഒരു വിത്ത് പാകരാവട്ടെ. ഇന്നത്തെ ഒരു ദിവസം വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ സ്വപ്നങ്ങളിലേക്ക്, വലിയ ലക്ഷ്യങ്ങളിലേക്ക് കുതിച്ചു പായാൻ നിങ്ങൾക്ക് ദൈവം ശക്തി തരട്ടെ. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിലൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉറങ്ങിക്കെടുക്കുന്ന വായു പിടിച്ച സ്വപ്നങ്ങളെ പൊടിത്തട്ടി എടുത്തുകൊണ്ട് അത് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു സാറേ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ ഞാൻ പോലെ 1 മണിക്കൂർ, സാർ അരമണിക്കൂറല്ല എടുത്തത്, 1 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഈ 1 മണിക്കൂർ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യം, നമ്മുടെ ഓരോരുത്തരുടെ ക്യാരക്ടറും കൂടെ ബേസ് ചെയ്താണ് സാർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അവസരത്തിലൂടെ നമുക്ക് ആവേശം വേണം, ആഗ്രഹം വേണം, എളിമ വേണം, സ്നേഹം വേണം, വിനയം വേണം, ബഹുമാനം വേണം, എല്ലാവരെയും ചേർത്ത് നിർത്തുക. എല്ലാറ്റിനും ഉപരി നമുക്ക് ക്ഷമ വേണം. സാറ് പറഞ്ഞ ലാസ്റ്റത്തെ പോയിന്റ്, നമുക്ക് ഈഗോയും ക്യാഷും കൂടെ നമുക്ക് ഒരുപോലെ കിട്ടില്ല. അപ്പൊ നമ്മുടെ ഈഗോയെ മാറ്റി ക്യാഷ് വരാനുള്ള ഒരു പ്രചോദനം നമ്മളിലേക്ക് എല്ലാവരിലേക്കും കൊണ്ടുവരിക, അതിനുള്ളൊരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സുരേഷ് സാറിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മനോജ് സാറിനെ എല്ലാവരെയും ഞാൻ ഈ ഒരു വേദിയിൽ ഓർക്കുന്നു. ഇന്ന് സൂമിലോട്ട് കടന്നു വന്ന എല്ലാവരും നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് നാളത്തെ പ്രഭാതത്തിൽ കാണാം. ഇന്നത്തെ ഫുള്ള് വർക്കുകളുടെ കാര്യങ്ങളെല്ലാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരട്ടെ. നമുക്ക് ആവേശത പിന്നെ 11 മാസം അതായിരിക്കണം നമ്മുടെ മനസ്സിൽ. ആ 11 മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ആവേശം നമുക്ക് വേണം. നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കുക. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.